നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നോട്ടുകൾ നമ്മൾ ദിനംപ്രതി കൈമാറ്റം ചെയ്യുന്ന ഒരു വസ്തു തന്നെയാണ് അല്ലേ. ഇതുവഴി നമുക്ക് വല്ല ഇൻഫെക്ഷൻസും കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. നോട്ടുകൾ ദിവസവും കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ. പല കൈകൾ മാറി മാറി വരുന്ന ഈ കറൻസി നോട്ടുകൾ ആരോഗ്യത്തിന് ഭീഷണിയാവാം എന്നത് സത്യം തന്നെയാണ്. രോഗകാരികളായ ജീവന് തന്നെ അപകടകരമായേക്കാവുന്ന ബാക്ടീരിയകളുടെ വാസസ്ഥലമായി കറൻസി നോട്ടുകൾ ചിലപ്പോഴൊക്കെ മാറാറുണ്ട്. ആരോഗ്യം അപകടത്തിലാക്കുന്ന രോഗാണുക്കൾ കുറച്ചൊന്നുമല്ല അതിലുള്ളത്. കീടാണുക്കൾക്ക് കഴിയാൻ പറ്റിയ സ്ഥലമാണ് പേപ്പർ കറൻസി. പരുത്തി നാരുകളാൽ നിർമ്മിച്ച നോട്ടുകളിൽ ഈർപ്പ്, വിയർപ്പ്, ഭക്ഷണാവശിഷ്ടങ്ങൾ, അഴുക്ക് ഇവയെല്ലാം ഉണ്ടാകും. സൂക്ഷ്മാണുക്കൾക്ക് ദീർഘകാലം കഴിയാൻ പറ്റിയ സ്ഥലം കൂടിയാണ് ഈ നോട്ടുകൾ. നിർമ്മിതമാണെങ്കിലും നാണയങ്ങളും പൂർണ്ണമായും സുരക്ഷിതമല്ല. ചില ലോഹങ്ങൾക്ക് ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളുണ്ടെങ്കിലും രോഗാണുക്കൾക്ക് മണിക്കൂറുകളോ ദിവസങ്ങളോ നാണയങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കാനാകും. ചില സൂക്ഷ്മാണുക്കൾ ഉപദ്രവകാരികളല്ലെങ്കിലും മിക്കവയും രോഗങ്ങളുണ്ടാക്കുന്നവയാണ്. 13% നാണയങ്ങളും 42% പേപ്പർ കറൻസിയും ഉപദ്രവകാരികളായ രോഗാണുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റായ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, സ്യൂഡോമോണാസ് എറൂഗിനോസ തുടങ്ങിയ രോഗാണുക്കൾ കറൻസി നോട്ടുകളിലും നാണയങ്ങളിലും ഉണ്ടാകും. വിവിധ US പഠനങ്ങളിൽ കൊക്കൈൻ, ഹെറോയിൻ തുടങ്ങിയ മയക്കുമരുന്നുകളും ഈസ്റ്റ്, ഫംഗസ് തുടങ്ങിയവയും കണ്ടുവരുന്നു. കറൻസി നോട്ടുകൾ വളരെയധികം തവണ തുടർച്ചയായി കൈമാറ്റം ചെയ്യുമ്പോഴാണ് അപകടം കൂടുന്നത്. ഈ നോട്ടുകളാകട്ടെ വൃത്തിയാക്കുന്നുമില്ല. ഒരു കറൻസി നോട്ട് ഒരു ദിവസം തന്നെ ഡസൻ കണക്കിന് ആളുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ചിലർ ആ നോട്ട് കയ്യിലിരിക്കുമ്പോൾ കയ്യിലേക്ക് ചുമയ്ക്കുന്നു. മറ്റു ചിലർ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നു. ഹോസ്പിറ്റലിലോ പബ്ലിക് റെസ്റ്റ് റൂമുകളോ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ സ്ഥിതി അതിലും മോശമാകും. ഓരോ കൈമാറ്റവും വഴി മലിനീകരണവും കൂടുന്നു. മുതിർന്നവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ തുടങ്ങി ദുർബലമായ പ്രതിരോധ സംവിധാനമുള്ളവരിൽ കറൻസി നോട്ടുകളുമായുള്ള സമ്പർക്കം കൂടുതൽ അപകടകരമുണ്ടാക്കും. എങ്ങനെ നമുക്ക് ഈ മലിനീകരണം തടയാം? ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മലിനീകരണത്തിലൂടെ രോഗം ബാധിക്കാനുള്ള സാധ്യത കുറയ്ക്കാൻ ചില ശുചിത്വ മാർഗങ്ങളുണ്ട്. പതിവായി കൈകൾ കഴുകുക. പ്രത്യേകിച്ച് കറൻസി നോട്ടുകൾ കൈകാര്യം ചെയ്ത ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും കൈകൾ കഴുകേണ്ടത് പ്രധാനമാണ്. സോപ്പും വെള്ളവും ലഭ്യമല്ലെങ്കിൽ കീടാണുക്കളെ നശിപ്പിക്കാൻ ആൽക്കഹോൾ അടങ്ങിയ ഹാൻഡ് സാനിറ്റൈസറുകൾ ഉപയോഗിക്കുക. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പണം തൊടുന്നത് ഒഴിവാക്കണം. സാധിക്കുമെങ്കിൽ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് മാർഗങ്ങൾ ബിസിനസ്സിൽ ഉപയോഗിക്കാം. പല സ്ഥലങ്ങളിലും ഡിജിറ്റൽ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റുകൾ വന്നതോടെ കറൻസിയുടെ ഉപയോഗം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ദൈനംദിന ജീവിതത്തിൽ പണം പ്രധാന പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനു പിന്നിലുള്ള അപകട സാധ്യതകളെ മനസ്സിലാക്കേണ്ടതും പ്രധാനം തന്നെയാണ്. ആരോഗ്യം സംരക്ഷിക്കാൻ ചെറുതെങ്കിലും അർത്ഥവത്തായ നടപടി സ്വീകരിക്കാൻ ഇത് സഹായിക്കും. പണത്തിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെ തിരിച്ചറിയുകയും അണുബാധകൾ തടഞ്ഞ് വ്യക്തികളും സമൂഹവും സുരക്ഷിതമായിരിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.